ഈ ഒരു കൂട്ടത്തിലുള്ള പല കുട്ടികളും ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഒരു കൂട്ടത്തിലുള്ള പല കുട്ടികളും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എങ്ങനെ പഠിക്കണം അല്ലേ? അത് എങ്ങനെ പഠിക്കണം? അറിയാമോ എങ്ങനെ പഠിക്കണമെന്ന്? എങ്ങനെ പഠിക്കണം? പറഞ്ഞേ. ഒരു 10-50,000 പേര് എഴുതുന്ന ഒരു എക്സാമിൽ ഫസ്റ്റ് എങ്ങനെ ജയിക്കാൻ പറ്റും? ആലോചിച്ച് പറയുക. ഒരു 10-50,000 പേര് എഴുതുന്ന ഒരു എക്സാമിൽ ഫസ്റ്റ് 100 റാങ്കിനകത്ത് എങ്ങനെ വരാൻ പറ്റും? സാധിക്കുമോ? വരാൻ സാധിക്കുമോ? യെസ് ഓർ നോ? 10-50,000 പേര് എഴുതുന്ന ഒരു എക്സാമിൽ ഫസ്റ്റ് 100 റാങ്കിനകത്ത് എത്താൻ സാധിക്കുമോ? പറയണേ. അതെങ്ങനെ സാധിക്കും? ഈ വരുന്ന എക്സാമിന് നല്ല സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ സാധിക്കത്തുള്ളൂ. ഈ വരുന്ന എക്സാമിനെ അത് ഇപ്പോൾ തൊട്ടേ നല്ല സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ ആ ഒരു ഫസ്റ്റ് 100-നകത്ത് അത് എത്താൻ ചാൻസ് ഉള്ളൂ. ശരിയല്ലേ? സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ എല്ലാവരും? ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ പഠിക്കുന്ന ലെവൽ ഏതുമായിക്കോട്ടെ അല്ലേ, ആ ഒരു ലെവൽ ഏതുമായാലും ഫസ്റ്റ് 100 റാങ്കിനകത്ത് ഞാൻ കൊണ്ടെത്തിക്കും. അതൊരു വാക്കാണ്. ഈ ഒരു ക്ലാസ് റെക്കോർഡിംഗ് ക്ലാസ് ആണ്. എന്താണ് റെക്കോർഡിംഗ് അല്ലേ? ഇത് റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ് ആണോ? അല്ലയോ? റെക്കോർഡിംഗ് ആണ്. ഇത് എഴുതി വെച്ചോ. ഫസ്റ്റ് 100 റാങ്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് ഉറപ്പായിട്ടും ഈ വരാൻ പോകുന്ന ഈ പറഞ്ഞ DME എക്സാമിൽ ഉണ്ടായിരിക്കും. ഇനി പഠിക്കോ? ഇനി പഠിച്ചിറങ്ങോ? ഇതിൽ 12 മണിക്കൂർ ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ട്, ഇപ്പോൾ 8 മണിക്കൂർ ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ട്, സ്ട്രൈറ്റ് ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ട്, അത് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കൃത്യമായി തന്നെ പഠിക്കുക. അടുത്ത് വരാൻ പോകുന്ന ഈ പറഞ്ഞ DME ഫസ്റ്റ് 100 റാങ്കിനകത്ത് ഉണ്ടായിരിക്കും. ഇതൊരു വാക്കാണ്, ഇതൊരു റെക്കോർഡിംഗ് ആണ്. സോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പം പഠിക്കുമ്പോൾ എന്താണ് തിയറിയും ക്വസ്റ്റ്യൻ പേപ്പറും അത് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം എപ്പോഴും പഠിക്കാനുള്ളത്. ആ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. പഠിക്കുമ്പോൾ തിയറിക്കും ആൻഡ് ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാനുള്ളത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എല്ലാവരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. The thyroid gland is situated at the root of the neck on the either side of trachea ആണോ, ഈസോഫേഗസ് ആണോ, ഓർ ദ ഗ്ലോട്ടിസ് ആണോ, ഓർ ഇവയൊന്നുമല്ലേ? പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എവിടെ ഇരിക്കുന്നത്? ട്രക്കിയാണോ? എല്ലാരും പറ. ആ ട്രക്കിയല്ലേ. എല്ലാരും പറഞ്ഞാൽ മാത്രമേ ആൻസർ പറയൂ. ട്രക്കിയല്ലേ? ആണ്, ട്രക്കിയാണ്. അപ്പൊ ഈ പറഞ്ഞ ഈസോഫാഗസിന്റെ ലെങ്ത് എത്രയാ? ഈസോഫാഗസിന്റെ ലെങ്ത് എത്രയാ? ട്രക്കിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈസോഫാഗസിന്റെ ലെങ്ത് എത്രയാ? ഈസോഫാഗസ് ആർക്ക് പറയാം? ആര് പറയും? 45 സെന്റിമീറ്റർ ആണോ? 45 സെന്റിമീറ്റർ ആണോ? ഈസോഫാഗസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 45 സെന്റിമീറ്റർ ആണല്ലേ? 45 സെന്റിമീറ്റർ അല്ലേ ഈസോഫാഗസ് ലെങ്ത് എന്ന് പറയുന്നത്? മറക്കരുതേ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ദ സ്മാളസ്റ്റ് ഗ്ലാൻഡ് ആരാ? തൈമസ് ആണോ ഓർ ദ പീനിയൽ ഗ്ലാൻഡ് ആണോ? സ്മാളസ്റ്റ് എന്ന് പറയുമ്പോൾ തൈമസ് ആണോ ഓർ ദ പീനിയൽ ഗ്ലാൻഡ് ആണോ? ഇവിടെ പറയട്ടെ. സ്മാളസ്റ്റ് ഗ്ലാൻഡ് എല്ലാരും പറയണം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പറയട്ടെ. ഇറ്റ് ഇസ് ദ പീനിയൽ ഗ്ലാൻഡ് അല്ലേ? സ്മാളസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ഇനി ആണോ? ആണ്. ഇതിൽ ദ ഫങ്ഷൻ ഓഫ് ഗ്ലോട്ടിസ് എന്താ? ഈ ഒരു ഓപ്ഷനിൽ ഇറ്റ് ഇസ് ദ ഗ്ലോട്ടിസ് ആണ്. ഫങ്ഷൻ ഓഫ് ഗ്ലോട്ടിസ് എന്താണ്?
എന്താ അതെവിടെ കാണുന്നത്? ആ അതെവിടെ കാണുന്നത്? അറ്റ് ദ സെന്റർ ഓഫ് ലാരിങ്സ് ആണോ? അറ്റ് ദ സെന്റർ ഓഫ് ലാരിങ്സ് ആണോ? സെന്റർ ഓഫ് ലാരിങ്സ് ആണോ? ലാരിങ്സിന്റെ സെന്ററിലാണോ? ആണോ ആണോ? ഇതിനൊക്കെ സഹായിക്കും. സംസാരിക്കാൻ സഹായത്തില്ലേ? ശ്വസിക്കാൻ സഹായിക്കത്തില്ലേ? ഒരു സൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കത്തില്ലേടെ? അല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്ലോട്ടിസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ലാരിങ്സിന്റെ പാർട്ട് ഏതാ? അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ ലാരിങ്സ് ആണോ? അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ ലാരിങ്സ് ആണോ ദ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്? ചോദിക്കും. പ്രീവിയസ് കേരള PC ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ചോദിച്ച ക്വസ്റ്റൻ ആണ്. ദ മിഡിൽ പാർട്ട് ഓഫ് ദ ലാരിങ്സ് ഈസ് കാൾഡ് ആസ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് അല്ലേ 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 അല്ലേ? ആണോടെ ആണോടെ? ആണ് മറക്കരുത്. ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ഓപ്ഷൻ, ഇതേ ഓപ്ഷനിൽ ദ ഈസോഫാഗസിന്റെ ടോട്ടൽ ലെങ്ത് നിങ്ങൾ എത്ര പറഞ്ഞു? ഇതേ ഓപ്ഷനിൽ ദ ഈസോഫാഗസിന്റെ ടോട്ടൽ ലെങ്ത് നിങ്ങൾ എത്രയാ പറഞ്ഞത്? 45 സെന്റിമീറ്റർ ആണോ? ആണോ ആണോ ആണോ? ആണ്. അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആ ഈസോഫാഗസ് കാണുന്നത് അത് ഏത് തൊട്ട് ഏതുവരെയാണ്? ദ C6 എന്ന് പറഞ്ഞ എന്താ? എനിവൺ കമന്റ്. ദ സെർവിക്സ് ആണോ തൊറാക്സ് ആണോ ഏതാണ്? സെർവിക്കലിലെ ദ സെർവിക്കൽ വെർട്ടിബ്രയുടെ ദ C6 മുതൽ ദ T12 മുതലല്ലേ? അത് 12 ആണോ 11 ആണോ? അവിടെ 11 ആണോ 12 ആണോ? 11 ആണോ 12 ആണോ? 11. ദ T11 വരെ അല്ലേ? അപ്പൊ ചോദിക്കും ദ ഈസോഫാഗസ് കാണുന്നത് അത് ഏത് മുതൽ ഏത് വരെയാ? ദ C6 മുതൽ ദ T11 വരെ. ദ C6 മുതൽ ആൻഡ് T11 വരെയാണ് ആര് കാണുന്നത്? ഈസോഫാഗസ് കാണുന്നത്. അത് ഈ പറഞ്ഞ ഡയഫ്രത്തെ ക്രോസ് ചെയ്യുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് ആ സ്ഥലം എവിടെയായിരിക്കും? അത് എവിടെ വെച്ചായിരിക്കും? പറയണം, നിങ്ങൾ എല്ലാരും പറയണം. അത് എവിടെ വെച്ചായിരിക്കും? ആർക്ക് പറയാം? ഞാൻ 11 എന്ന് വരെ പറഞ്ഞു. അപ്പൊ അതിന് ഇടയിൽ എവിടെ വെച്ചായിരിക്കും? ഇവിടെ T10 T10 വെച്ചല്ലേ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ ഒരു ക്വസ്റ്റ്യൻ ആരെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ, പലരും കണ്ടിട്ടുണ്ടല്ലേ? ചോദിക്കും. ഇതുവരെ ക്ലിയർ ആയല്ലോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയല്ലോ? ഈസോഫാഗസ് എന്ന് പറയുമ്പോൾ അതിന് എത്ര സ്പിഞ്ചർ ഉണ്ട്? ആർക്ക് പറയാം? ഈസോഫാഗസ് എത്ര സ്പിഞ്ചർ ഉണ്ട്? ഈസോഫാഗസിന് എത്ര സ്പിഞ്ചർ ഉണ്ട്? 2 സ്പിഞ്ചർ ഉണ്ടല്ലേ? ഈസോഫാഗസ് ടോട്ടൽ 2 സ്പിഞ്ചർ. ഏതൊക്കെയാ? ദ അപ്പർ ഈസോഫാഗൽ സ്പിഞ്ചർ അല്ലേ? ദ അപ്പർ ഈസോഫാഗൽ സ്പിഞ്ചർ ഉണ്ട് ആൻഡ് ദ ലോവർ ഈസോഫാഗൽ സ്പിഞ്ചർ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പറും ഉണ്ട് ആൻഡ് ദ ലോവറും ഉണ്ട്. അപ്പൊ ചോദിക്കും സ്പിഞ്ചർ കാണുന്ന ഇടയിൽ ഏതാടെ? അപ്പർ എന്ന് പറയുമ്പോൾ അത് കാണുന്നത് എവിടെയാ? ആർക്ക് പറയാം? അപ്പർ എന്ന് പറയുമ്പോൾ കാണുന്നത് അത് എവിടെയാ? ഇത് ബിറ്റ്വീൻ ഏതിന്റെ ഇടയിലായിരിക്കും? ആർക്ക് പറയാം? സ്പിഞ്ചർ ബിറ്റ്വീൻ ഏതിന്റെ ആയിരിക്കും? ദ ലരിഞ്ചോ ഈസോഫാഗസും ആൻഡ് ദ ഈസോഫാഗസിന് ഇടയിലാണോ? ആരും കേട്ടുണ്ടോ കാര്യം? സ്പിഞ്ചർ ബിറ്റ്വീൻ ദ ലരിഞ്ചോ ഈസോഫാഗസ് കേട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടല്ലേ? ദ ലരിഞ്ചോ ഈസോഫാഗസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ദ ലരിഞ്ചോ ഫാരിങ്സ് കേട്ടിട്ടുണ്ടോ? ദ ലരിഞ്ചോ ഫാരിങ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫാരിങ്സ് അത് കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ അന്നത്തെ ഓപ്ഷനിൽ തെറ്റിച്ചാ കൊടുത്തിരുന്നത്. അന്ന് എന്താണ് ദ ലരിഞ്ചോ ഈസോഫാഗസ് കൊടുത്തു. പക്ഷെ ശരിയായ ഉത്തരം എന്താ? ദ ലരിഞ്ചോ ഫാരിങ്സിന്റെയും
ആൻഡ് ദ ഈസോഫാഗസിന്റെ ഇവിടെയാണ് ആര് കാണുന്നത്? ദ ലാരിഞ്ചോഫാരിങ്സിന്റെയും ആൻഡ് ദ ഈസോഫാഗസിന്റെ ഇവിടെയാണ് ആര് കാണുന്നത്? ദ അപ്പർ ഈസോഫാഗൽ സ്പിഞ്ചർ കാണുന്നത്. ഇത് മറന്നു പോകോ? ഇത് മറന്നു പോകോ? മറക്കോടെ? ഇല്ല, എല്ലാവരും മറക്കില്ലല്ലോ. ഇല്ല. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതേ ക്വസ്റ്റ്യനുമായി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസോഫാഗസിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? ഈസോഫാഗസിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? എപ്പിത്തീലിയം ഏതായിരിക്കും? ആർക്ക് പറയാം? ഏത് എപ്പിത്തീലിയം കാണും ഈസോഫാഗസിൽ? കമന്റ്. ഏത് എപ്പിത്തീലിയം കാണും ഈസോഫാഗസിൽ? ഈസോഫാഗസിൽ ഏത് എപ്പിത്തീലിയം കാണും? ഈസോഫാഗസിൽ പറഞ്ഞേ. എല്ലാരും പറഞ്ഞേരെ. സീലിയേറ്റഡ് ആണോ? സീലിയേറ്റഡ് ആണോ? സീലിയേറ്റഡ് കൊളോമിനാർ ആണോ? സീലിയേറ്റഡ് കൊളോമിനാർ ആണോ? എല്ലാരും ആണ്. അപ്പൊ ഇനിയും മറക്കരുത്, ഈസോഫാഗസിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ? ഈസോഫാഗസ് ടോട്ടൽ ലെങ്ത് എത്ര? 45 അല്ലേ? 45. അത് കാണുന്നത് സ്റ്റാർട്ടിങ് ഏത് മുതൽ ഏത് വരെ? കാണുന്ന സ്റ്റാർട്ടിങ് ഏത് മുതൽ ഏത് വരെ? ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ C6 മുതൽ ദ T11 വരെ അല്ലേ? C6 മുതൽ ദ T11 വരെയാണ് കാണുന്നത്. ആൻഡ് ദ ഡയഫ്രത്തിനെ എപ്പോ ക്രോസ് ചെയ്യും? ദ T10 വെച്ച് ക്രോസ് ചെയ്യും അല്ലേ? ദ ഡയഫ്രത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ദ T10 വെച്ചാണ് ക്രോസ് ചെയ്തത്. പ്രധാനമായിട്ട് ടോട്ടൽ two സ്പിഞ്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? ദ അപ്പർ ഈസോഫൈൽ സ്പിഞ്ചറും ഉണ്ട്, ആൻഡ് ദ ലോവറും ഉണ്ട് അല്ലേ? അപ്പറും ഉണ്ട്, ലോവറും ഉണ്ട്. മറന്നു പോകോ? ഇല്ലല്ലോ അവിടെ ഇല്ല. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അപ്പൊ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ റൂട്ട് ഓഫ് ദ നെക്ക് ഓൺ ഏതർ സൈഡ് ഓഫ് ട്രക്കിയ. മറക്കരുത്, ട്രക്കിയയുടെ കാര്യം കൂടെ ഓർമ്മിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെയുള്ള ചോദിക്കട്ടെ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ദ തൈറോയ്ഡ് ഗ്ലാൻഡ്, അത് ഈ കാണുന്നത് ദാറ്റ് ഇസ് ജസ്റ്റ് ബിലോ, അത് ഏതിന്റെ താഴെ കാണുന്നത്? ആർക്ക് പറയാം? ഈ പറഞ്ഞ ഗ്ലാൻഡ് ഇല്ലേ, ദ തൈറോയ്ഡ് ഗ്ലാൻഡ്, ദാറ്റ് ഇസ് ജസ്റ്റ് ബിലോ, അത് കാണുന്ന ഏത് താഴെ കാണുന്നത്? ദ ലാരിങ്സ് ആണോ? ഫാരിങ്സ് ആണോ? ഏതാ? ലാരിങ്സ് അല്ലേ? ലാരിങ്സ്. ഇനി ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ലേ, എത്ര ലോബുണ്ട്? 2 ലോബ് ഉണ്ടല്ലേ? 2 ലോബും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ആ 2 ലോബിനെ കണക്ട് ചെയ്യുന്ന ആരാ? ആ 2 ലോബിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളുടെ പേരെന്താ? ഇസ്തുമസ് എന്നും ഓർമ്മിക്കുക. ആ 2 ലോബുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരാ? അത് ഇസ്തുമസ് എന്നും കൂടെ ഓർമ്മിക്കുക. ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, തൈറോയ്ഡ് ഗ്ലാൻഡിലോട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയുടെ പേരേതാ? ഏത് ആർട്ടറി ആയിരിക്കും? അവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഏത് ആർട്ടറി ആയിരിക്കും? സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി. മറക്കരുത്, സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി. അത് ഏതിന്റെ ബ്രാഞ്ചാ? എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് അല്ലേ? അത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണെന്നൊക്കെ ഇവിടെ ഓർമ്മിക്കുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അവിടെ. തൈറോയിഡിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. തൈറോയ്ഡ് ഫോളിക്കിൾസിൽ എന്ത് എപ്പിത്തീലിയം കാണും? ആർക്ക് പറയാം? ക്യൂബോയിഡൽ എപ്പിത്തീലിയം. തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്ത് എപ്പിത്തീലിയം കാണും? അവിടെ കാണപ്പെടുന്ന എപ്പിത്തീലിയം ചോദിക്കുകയാണെങ്കിൽ ദ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ് കാണുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ക്ലിയർ ആയോ? ഇത്രയും ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും ക്ലിയർ ആയല്ലോ? പറയട്ടെ എല്ലാവരും.
പുതിയ ആൾക്കാരും പഴയ ആൾക്കാരെല്ലാം പറയണേ. ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് പിന്നെ മനസ്സിലാവും. ക്ലിയർ ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. ഈ പറഞ്ഞ ദ വെയിറ്റ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് എത്രയാ? ദ വെയിറ്റ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് എബൌട്ട് എത്ര ഉണ്ടായിരിക്കും? ഏകദേശം എത്ര ഉണ്ടായിരിക്കും? 60 പക്ഷെ ഈ ഒരു ഓപ്ഷനിൽ 60 കാണുന്നുണ്ടോ? 60 കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണെന്ന കാര്യം കൂടെ മറക്കോ? ഇനി മറക്കോ? ഇല്ല, അതും മറക്കത്തില്ല. സോ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. the third question was the parafollicular cells present in between the follicular cells of the thyroid gland. അത് എന്ത് സെക്രീറ്റ് ചെയ്യും? ഞാൻ പലപ്പോഴും പഠിപ്പിച്ചൊരു കാര്യമാണ്. പാരാഫോളിക്കുലർ സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ആർക്ക് ഓർമ്മയുണ്ടോ? പാരാഫോളിക്കുലർ സെൽസ് ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്ത് സെക്രീറ്റ് ചെയ്യും പാരാഫോളിക്കുലർ സെൽസ്? ഉണ്ട്, ഓർമ്മയുണ്ട്. കാൽസിറ്റോണിനാണോ? ആണല്ലേ. ബിറ്റ്വീൻ ദ പാരാഫോളിക്കുലർ സെൽസ് അതിന്റെ ഇടയിൽ ആരുണ്ട്? ഈ പറഞ്ഞ ഫോളിക്കുലർ സെൽസിന്റെ ഇടയിൽ പാരാഫോളിക്കുലർ ഉണ്ട്. ആ സെൽസിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ദ സി സെൽസ് എന്ന് പഠിച്ച ഓർമ്മ എല്ലാവർക്കും? ദ സി സെൽ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ. ദ സി സെൽസ് എന്ന് പറഞ്ഞു. ആ സി സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്തത്? ദ കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്തല്ലേ. ദ സി സെൽസ് ആണ് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത്. സോ പാരാഫോളിക്കുലർ സെൽസ് ഉണ്ട് തൈറോയിഡിൽ, അതിനിടയിലുള്ള ദ സി സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യും. Is it clear? അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഈ പറഞ്ഞ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? ദ T3 ആണോ? ദ T4 ആണോ? ദ TSH ആണോ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ ദ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാരാ? ട്രൈ അയഡോ തൈറോക്സിൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ദ T3 അല്ലേ? ദ T3 ആണ് ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മറക്കരുത്. ഇനി ദ തൈറോയ്ഡ് ഹോർമോൺസിൽ ഒരു 90% കാണപ്പെടുന്ന ആരാ? തൈറോയ്ഡ് ഹോർമോൺസിൽ 90% കാണുന്ന ആളാരാ? ആരാടെ? ദ TSH ആണോ? 90%? അത് T4 ആണോ? ആർക്ക് പറയാം? T4 അല്ലേ? 90% കാണുന്ന ആരാ? അത് T4. ഒരു 10% കാണുന്ന ആരാ? അപ്പൊ 10% ആയിരിക്കും. അതല്ലേ ദ T3 എന്ന് പറയുന്നത്. ആണ്. യെസ്. ഇനി ഫംഗ്ഷൻ എന്താ? ദ ഫംഗ്ഷൻ ഓഫ് ദ T3 ആൻഡ് T4 എന്താ? ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതുകൂടെ പറയണം. ദ ഫംഗ്ഷൻ ഓഫ് ദ T3 ആൻഡ് T4 എന്താ? ഫംഗ്ഷൻ ഓഫ് T3 ആൻഡ് T4 അത് ഓരോന്നായിട്ട് പറഞ്ഞേ. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒന്നാമത്തെ കാര്യം, ആൻഡ് ദ മെന്റൽ ഡെവലപ്മെന്റ് രണ്ടാമത്തെ കാര്യം. ദ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടും മൂന്നാമത്തെ കാര്യം. നാലാമത്തെ എന്താ? ദ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കും. പെരിസ്റ്റാലിസിസ് അറിയാലോ. അപ്പൊ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കും. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ നോർമൽ ഫങ്ഷൻ ഓഫ് ദ നെർവസ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ എല്ലാം നോർമൽ ഫങ്ഷനിങ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്നുണ്ട്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിക്സ് അറിയാലോ, അത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കാർഡിയാക് ഔട്ട്പുട്ടും ഹാർട്ട് റേറ്റും കൂട്ടാനും സഹായിക്കാറുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇത് ഫീമെയിൽസിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്.
ഇറ്റ്സ് എൻഡോമെട്രിയം തിക്കനിങ് സഹായിക്കുന്ന ആരാ? ഇറ്റ്സ് എൻഡോമെട്രിയത്തിന് തിക്കനിങ് ചെയ്യാൻ സഹായിക്കുന്ന ആരാ? ആരാ കുഞ്ഞുങ്ങളെ? എൻഡോമെട്രിയത്തിന് തിക്കൻ ചെയ്യാൻ സഹായിക്കുന്ന ആരാ? അതും ഈ പറഞ്ഞ T3 T4 അല്ലേ? അതും ഇത്രയും സമയം പറഞ്ഞു തന്നത് T3 T4മാണ്. എൻഡോമെട്രിയൽ തിക്കനിങ്ങിനും സഹായിക്കുന്നത് ഇവരാണ്. T3 T4മാണ്. സോ ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ? ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ? യെസ് യെസ്, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് നോൺ ആസ് തൈറോക്സിൻ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് നോൺ ആസ് തൈറോക്സിൻ എന്ന് പറയുന്ന ആരെയാ? ട്രൈ അയഡോ തെറോക്സിൻ ആണോ, ഓർ ദ ടെട്രാ അയഡോ തെറോക്സിൻ ആണോ, കാൽസിറ്റോണിനെ ആണോ, ഓർ ദ TSH ആണോ? ആരെയാ നമ്മൾ തൈറോക്സിൻ എന്ന് പറയുന്നത്? കൺഫ്യൂഷൻ ആയി പോകും പെട്ടെന്നല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയ ആർക്കെങ്കിലും? ആർക്കും കൺഫ്യൂഷൻ ആയില്ലേ? ആരെയാണ് നമ്മൾ തൈറോക്സിൻ എന്ന് പറയുന്നത്? ആർക്ക് പറയാം? ആർക്ക് പറയാം? T4 ആണോ? T4 ആണോ? T4 ആണോ? ഓർ TSH ആണോ? ആർക്ക് പറയാം? ആർക്ക് പറയാം? തൈറോക്സിൻ എന്നും പറയുന്ന ആരാ? തൈറോക്സിൻ എന്നും പറയുന്ന ആരാടെ? ആരെ? എല്ലാരും TSH ആണോ? TSH ആണോ? TSH ആണോ? TSH അല്ലേ? TSH അല്ലേ? TSH അല്ലേ തൈറോക്സിൻ അറിയപ്പെടുന്നത്? ആണ് 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 ആണ്. സംശയമായി പെട്ടെന്ന്? സംശയമായില്ലേ? സംശയമായില്ല. സോ ഇതിനെ ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലൊരു ഓപ്ഷൻ കണ്ടോ? കാൽസിറ്റോണും കണ്ടോ? എല്ലാവരും കാൽസിറ്റോൺ എല്ലാവരും കണ്ടോ? കാൽസിറ്റോൺ എന്നൊരു ഓപ്ഷൻ കണ്ടോ? യെസ്. ഒരു ക്വസ്റ്റ്യൻ കേരള സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ദ നോർമൽ കാൽഷ്യം ലെവൽ എത്രയാ? ദ സിറം കാൽഷ്യം ലെവൽ എത്രയാടെ? 8.5 to 10.5 അല്ലേ? 8.5 തൊട്ട് 10.5 ബാക്കി കൂടെ പറഞ്ഞേ. അതിന്റെ mg/dl അല്ലേ? mg/dl അല്ലേ? 8.5 തൊട്ട് 10.5 ഇറ്റ് ഇസ് mg/dl. അതേ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിക്കുന്നു. നോർമൽ കാൽഷ്യം ലെവൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആകുമ്പോൾ എത്രയായിരിക്കും? അത് ഈ പറഞ്ഞ മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആയിരിക്കും. എത്രയായിരിക്കും? 4.5 തൊട്ട് 5.5 അല്ലേ? 4.5 തൊട്ട് 5.5 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. കേരള പല തവണ ഇത് തിരിച്ചു മറച്ചു ചോദിക്കും. ഇനി മറക്കോ? ഈ രണ്ട് വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചും ചോദിക്കും. തെറ്റിക്കരുത്. മറക്കോ? ഇനി കാൽസിറ്റോൺ ആരാ സെക്രട്ട് ചെയ്യുന്നത്? കാൽസിറ്റോൺ ആരാ സെക്രട്ട് ചെയ്യുന്ന? ആരായിരിക്കും ഇവിടെ? ആരാ സെക്രട്ട് കാൽസിറ്റോൺ? ആര് സെക്രട്ട് ചെയ്യും? പാരാഫോളിക്കുലാർ ആണോ അതോ പാരാതൈറോയ്ഡ് ആണോ? പാരാഫോളിക്കുലാർ ആണോ പാരാതൈറോയ്ഡ് ആണോ? പാരാഫോളിക്കുലർ സെൽസ് അല്ലേ? പാരാഫോളിക്കുലർ സെൽസ് അല്ലേ? ആണ്. പാരാഫോളിക്കുലർ സെൽസുമാണ്. ഇസ് എ ക്ലിയർ? 4 ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പതിയെ നിർത്തി കാണുന്നുണ്ടല്ലോ. പക്ഷെ അവസാന സമയമാകുമ്പോൾ ഇങ്ങനെ കാണത്തില്ല. പതിയെ നിർത്തിയാ പറയുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ദ സിന്തസിസ് ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺ ടേക്ക് പ്ലേസ് എവിടെയാണ്? സിന്തസിസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ അത് എവിടെയാണ് നടക്കുന്നത്?
പറഞ്ഞു. ആർക്ക് പറയാം? ഓപ്ഷൻ ആലോചിച്ച് പറയില്ല, ആലോചിച്ച് പറഞ്ഞു. എല്ലാരും പറഞ്ഞു, ആലോചിച്ച് പറഞ്ഞേ. ഓപ്ഷൻ ആൾദേബോ ആണോ? ആൾദേബോ അല്ലേ? ആൾദേബോ അല്ലേ? ആൾദേബോ അല്ലേ? ആൾദേബോ ആണല്ലേ? ആൾദേബോ. ഇതൊരു ടേമുണ്ട്. അയോഡിനേഷൻ എന്ന് വാക്ക് കണ്ടോ? അയോഡിനേഷൻ എന്ന് വാക്ക് കണ്ടോ? ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? അത് മിക്കവർക്കും കൺഫ്യൂഷൻ പെടുന്ന വാക്കാണ്. എന്താണ് അയോഡിനേഷൻ ഓഫ് എന്ന് പറഞ്ഞ? എന്താ? എന്തായിരിക്കും? ആർക്ക് പറയാം? ആർക്ക് പറയാം? തൈറോയ്ഡ് ഹോർമോൺ അത് ഈ പറഞ്ഞ സിന്തസിസ് ആയി വരുന്ന ഒരു പ്രോസസ് ആണോ? തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസ് ആയിട്ട് വരുന്ന ആ ഒരു പ്രോസസ് ആണോ അയോഡിനേഷൻ എന്ന് പറയുന്നത്? ആണോ അല്ലയോ? തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസ് ആയിട്ടൊരു പ്രോസസ് അല്ലേ അയോഡിനേഷൻ എന്ന് പറയുന്നത്? അതിന് കൺഫ്യൂഷൻ ആവില്ലല്ലോ. കൺഫ്യൂഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ആൾദ എബോണേ. ആൻസർ എന്താ? ആൾദ എബോർഡിന്റെ ആൻസർ വരുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ദ റേറ്റ് ഓഫ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ പെർ ഡേ എത്രയാണ്? റേറ്റ് ഓഫ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ പെർ ഡേ എത്രയാണ്? ഒരു ദിവസം എത്രയായിരിക്കും? ആർക്ക് പറയാം? ആൻസർ വരട്ടെ. പറയും, എല്ലാരും പറയും. ഓപ്ഷൻ തൈറോക്സിൻ ഹോർമോണിന്റെ എത്രയായിരിക്കും പെർ ഡേ? തൈറോക്സിന്റെ പെർ ഡേ എത്രയായിരിക്കും? എത്രയാടേ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ അല്ലേ നോർമൽ പെർ ഡേ? ആണോ അല്ലയോ? ആലോചിച്ച് പറയുക. മൈക്രോഗ്രാം ആണോ പെർ ഡേ? ആലോചിച്ച് പറ. സമയം തരാം, ആലോചിച്ച് പറയുക. കമന്റ് ചെറു സമയം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേണം. ചെറു പറഞ്ഞേ. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ അല്ലേ? ആണോ അല്ലയോ? ഓപ്ഷൻ എ അല്ലേ? യെസ്, ഓപ്ഷൻ എ ആണ്. ആലോചിക്കരുത്, പെട്ടെന്ന് പറയാം. ഓപ്ഷൻ എ അല്ലേ? ആണ്. അവിടെ വരുമ്പോൾ ഒരു ചോദ്യം കൂടെ ഉണ്ട്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എത്തുമ്പോൾ T3 വാല്യൂ എത്രയാ നോർമൽ, ആൻഡ് T4 വാല്യൂ എത്രയാ നോർമൽ, ആൻഡ് TSH വാല്യൂ എത്രയാ നോർമൽ? ഇവിടെ 3 ചോദ്യം പറഞ്ഞു. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എത്തുമ്പോൾ T3 വാല്യൂ എത്രയാ നോർമൽ, ആൻഡ് T4 വാല്യൂ എത്രയാ നോർമൽ, ആൻഡ് TSH വാല്യൂ എത്രയാ നോർമൽ? ചാറ പറ, കമന്റ് ചെയ്തേ. എല്ലാവരും പറയണം. ഫസ്റ്റ് TSH പറഞ്ഞോ. TSH പറഞ്ഞോ എല്ലാവരും.
എത്ര ആയിരിക്കും? എത്ര മുതൽ എത്ര വരയ്ക്കും? ഒരു 0.5 തൊട്ട് 0.5. ആരാ പറഞ്ഞു 0.5 തൊട്ട് 5 വരെയാണോ? TSH ന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് അത് 0.5 തൊട്ട് എത്രയാണ്? 0.5 to 5 അല്ലേ? 0.5 to 5 അല്ലേ? 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 ആണ്. അപ്പൊ T4 എത്രയായിരിക്കും? T4 എത്രയായിരിക്കും? T4 എത്രയായിരിക്കും? നോർമൽ T4 ലെവൽ പഠിക്കും നമ്മൾ അങ്ങോട്ട്. എത്രയായിരിക്കും? ആർക്കും നോക്കിയിട്ടുണ്ട് എപ്പോഴും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കി അറിയാൻ പറ്റും. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നവർക്ക് അറിയാം എത്രയുണ്ടായിരിക്കും ഇവിടെ T4 നോർമൽ. ചറവറ പറഞ്ഞേ. 5.4 തൊട്ട് 11.5 വരെയാണോ? 5.4 തൊട്ട് 11.5 വരെയാണോ T4 ലെവൽ പോകുന്ന നോർമൽ? ആണോ? ആണോ? അതോ 4.6 തൊട്ട് 12 വരെയാണോ? ഞാൻ പല മാറി ചോദിക്കും. അതോ 4.6 തൊട്ട് 12 mg/dl വരെയാണോ? അതോ ഇറ്റ്സ് 80 തൊട്ടൊരു 180 mg/dl ആണോ? കൺഫ്യൂഷൻ ആക്കും. പറയണം എത്രയാ നോർമൽ T4 ന്റെ വാല്യൂ? The 4.6 തൊട്ട് 12 വരെ അല്ലേ? ആണോ അവിടെ? 4.6 തൊട്ട് 12 വരെ അല്ലേ? 4.6 തൊട്ട് 12. അതിന്റെ ബാക്കി കൂടെ പറഞ്ഞേ. ബാക്കി എന്ത് വാല്യൂ ഉണ്ട്? 4.6 തൊട്ട് 12 വരെ എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി എന്താ? ഇറ്റ് മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് mg/dl അല്ലേ? ഇറ്റ്സ് mg/dl. മറക്കരുത്. T4 ന്റെ നോർമൽ വാല്യൂ ചോദിച്ചാൽ 4.6 തൊട്ട് 12 വരെ. മറക്കോ? ഇനി മറക്കോ അവിടെ? എല്ലാവരും പറയണം. മറക്കോ? ഇല്ലല്ലോ. ഇപ്പൊ ഈ ഗ്രൂപ്പിനുള്ള ആരും മറക്കില്ലല്ലോ. നിങ്ങൾ ആരും മറക്കരുത്. മറക്കോ? ഇല്ല. അപ്പൊ T3 വരെ എത്രയാ? അപ്പോ T3 യുടെ നോർമൽ വാല്യൂ എത്രയാ? 80 to 180 വരെയാണോ? 80 to 180 വരെയാണോ T3 എന്ന് പറയുന്നത്? ആണോ? നോർമൽ വാല്യൂ yes or no? കമന്റ് ആണോ അല്ലയോ? നോർമൽ വാല്യൂ ഓഫ് T3 നോർമൽ വാല്യൂ എത്രയാ? or it is 80 to 220 വരെയാണോ? or it is 80 to 220 വരെയാണോ? ഞാൻ രണ്ട് ഓപ്ഷൻ തന്നു. സ്റ്റാർട്ടിങ് 80 തന്നെയാണ്. അതിന്റെ അവസാനം വരുന്നത് 180 ആണോ ഓർ 220 വരെയാണോ? പറയണം. 220 അല്ലേ? 220 വരെ അല്ലേ? 220 ആണ്. ഇനി മറക്കോ ഈ കാര്യം? മറക്കരുത്. ചോദിച്ചാൽ എഴുതുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പേഷ്യന്റ് നോക്കുമ്പോൾ T3 നല്ല ഹൈ ആണ്. ആൻഡ് TSH ഹൈ ആണ്. TSH ഹൈ ആണ്. ആൻഡ് T3 ലോ ആണ്. ആൻഡ് T4 ലോ ആണെങ്കിൽ കണ്ടീഷൻ ഏതാ? ഇത്രയും വാല്യൂ പഠിച്ചു. വാല്യൂ വെച്ച് നോക്കുമ്പോൾ TSH കൂടുതലും ആൻഡ് T3 കുറവും ആൻഡ് T4 കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് കണ്ടീഷനാ? ഹൈപ്പോതൈറോയിഡിസം ആണോ? ഹൈപ്പോ അല്ലേ? TSH കൂടുതൽ ആൻഡ് T3 കുറവ് ആൻഡ് T4 കുറഞ്ഞാൽ കണ്ടീഷൻ ഹൈപ്പോതൈറോയിഡിസം. ഇതേ വാല്യൂ വെച്ച് നോക്കുമ്പോൾ TSH കുറവും T3 കൂടുതലും ആൻഡ് T4 കൂടിയ കണ്ടീഷൻ ഏതാ? ഈ പറഞ്ഞ വാല്യൂകൾ വെച്ച് നോക്കുമ്പോൾ TSH കുറവ് ആൻഡ് T3 ഹൈ ആണ് ആൻഡ് T4 ഹൈ ആണെങ്കിൽ കണ്ടീഷൻ ഏതാ? ഹൈപ്പർ തൈറോയിഡിസം.
hyperthyroidism. Is it clear? Clear? ഇല്ല, ക്ലിയർ ആയോടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ദ വേൾഡ് ഡയബറ്റിക് ഡേ എന്നാ? വേൾഡ് ഡയബറ്റിക് ഡേ എന്നാണ്? എന്താണ്? നവംബർ 14 തീയതി. നവംബർ 14 തീയതി അല്ലേ? നവംബർ 14. സോ ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത ഏഴാമത്തെ ചോദ്യം ചോദിച്ചേട്ടെ. ദ നോർമൽ BMR ഈസ് അബൌട്ട് എത്രയാണ്? ഈ പറഞ്ഞ ദ നോർമൽ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ദ നോർമൽ ബേസൽ മെറ്റബോളിക് റേറ്റ് നോർമൽ എത്രയാ? ഓപ്ഷൻ ബി ആണോ, സി ആണോ, ഡി ആണോ, എ ആണോ? ഏതാ ഓപ്ഷൻ? ഏതാ ബേസൽ മെറ്റബോളിക് റേറ്റ് നോർമൽ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഓപ്ഷൻ ഏതാണ്? 1500 തൊട്ട് 1800 ആണോ? 1500 തൊട്ട് 1800 കാലറി പെർ ഡേ. 1500 തൊട്ട് 1800 കാലറി പെർ ഡേ ആണ്. പിള്ളേരെ നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്യട്ടോ. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും, 100% ഉപകാരപ്പെടും. ആൻസർ എല്ലാവരും. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഇവിടെ നിന്ന്. നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 18.5 താഴെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആർക്ക് പറയാം? കമന്റ് ആൻസർ. 18.5 താഴെ എന്ത് വിളിക്കാം? 18.5 താഴെ എന്ത് വിളിക്കും? ദ BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 18.5 താഴെ കിട്ടുകയാണെങ്കിൽ ദ അണ്ടർ വെയിറ്റ് എന്ന് വിളിക്കും അല്ലേ? ദ BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 18.5 താഴെ പോയി കഴിഞ്ഞാൽ അണ്ടർ വെയിറ്റ് എന്ന് വിളിക്കും. ഇനി അതേ BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 18.5 തൊട്ട് ഒരു 24.9 വരെ കിട്ടിയ എന്ത് വിളിക്കാം? നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 18.5 തൊട്ട് ഒരു 24.9 വരെ കിട്ടിയ എന്ത് വിളിക്കാം? നോർമൽ വെയിറ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാണെങ്കിലും ഈ 18.5 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട്. BMI ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. 18.5 താഴെയാണെങ്കിൽ അണ്ടർ വെയിറ്റ് എന്നും 18.5 തൊട്ട് ഒരു 24.9 വരുമ്പോൾ നോർമലായി. 24.9 എത്തിയപ്പോൾ നോർമലായി. അടുത്ത 25 തൊട്ട് അടുത്ത 29.9 വരെ എന്ത് വിളിക്കാം? 25 തൊട്ട് ഒരു 29.9 വരെ എന്ത് വിളിക്കാം? ഓവർ വെയിറ്റ്. ഒബീസ് അല്ല, ഓവർ വെയിറ്റ് ആയതേ ഉള്ളൂ. 25 തൊട്ട് 29.9, 25 തൊട്ട് 29.9 എത്തിയപ്പോൾ അത് ഓവർ വെയിറ്റ് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ആരെ ഒബീസ് വിളിക്കുക? ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ആരെ ഒബീസ് വിളിക്കുക? BMI ഇസ് ഗ്രേറ്റർ ദാൻ 30 മുകളിൽ പോയി കഴിഞ്ഞാൽ ഒബീസിറ്റി. 30 മുകളിൽ പോയി കഴിഞ്ഞാൽ ഒബീസിറ്റി. സോ ദ BMI ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും നോർമൽ BMR എത്രയാ? 1500 തൊട്ട് 1800 കാലറി പെർ ഡേ. അതേ BMI കാൽക്കുലേറ്റ് നോക്കുമ്പോൾ അണ്ടർ വെയിറ്റ് ആവണമെങ്കിൽ 18.5 താഴെ, അണ്ടർ വെയിറ്റ് ആവണമെങ്കിൽ 18.5 താഴെ, നോർമൽ ആവണമെങ്കിൽ 18.5 തൊട്ട് 24.9. 25 തൊട്ട് 29.9 എന്ത് വിളിക്കാം? 25 തൊട്ട് 29.9 എന്ത് വിളിക്കാം? ഓവർ വെയിറ്റ്. ഇറ്റ് ഇസ് ദ ഗ്രേറ്റർ ദാൻ 30 മുകളിൽ പോയാലോ, 30 മുകളിൽ പോയാലോ ഒബീസിറ്റി. നിങ്ങൾ കേരള PC തൊട്ട് പ്രീവിയസ് ആയിട്ട് കണ്ട ഒരു എക്സാം ഏത് ക്വസ്റ്റ്യൻ കണ്ടു? കേരള PC തൊട്ട് പ്രീവിയസ് ആയിട്ട് എക്സാം നടന്നതിൽ ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ?
അല്ല, രണ്ട് സെപ്പറേറ്റ് ആണ്, ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ദ ബി എം ഐയും ദ ബി എം ആറും രണ്ടാണ്. ഞാൻ ഈ ഒരു പേര് കണ്ടോണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ ഒരു പേര് കണ്ടില്ലേ, ദ ബി എം ആർ എന്ന പേര് കണ്ടപ്പോൾ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. കണക്ഷൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ ആരെങ്കിലും? അണ്ടർ വെയിറ്റ് ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും അണ്ടർ വെയിറ്റ് കണ്ടോ? അണ്ടർ വെയിറ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ദ ബി എം ആറും ദ ബി എം ഐ രണ്ടാണ്. ആ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ദ നോർമൽ വാല്യൂ ഓഫ് ദ TSH? ഈ പറഞ്ഞ ഓപ്ഷൻ ഏതായിരിക്കും? ഈ കാണുന്ന ഓപ്ഷനിൽ ദ TSH നോർമൽ വാല്യൂ എത്രയാ? ഈ ഉള്ള ഓപ്ഷനിൽ എത്രയായിരിക്കും? ഓപ്ഷൻ എ ദ 0.5 ആണ് അവിടെ. ദ 0.5 ആണ് അവിടെ. ആണ്. യെസ്, അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞു. ആൻഡ് ദ നോർമൽ വാല്യൂ ഓഫ് ദ T3 എത്രയാ? നോർമൽ വാല്യൂ ഓഫ് ദ T3 എത്രയാ? അതും എന്താ ഓപ്ഷൻ ഏതായിരിക്കും? ദ T3 നോർമൽ എത്ര? T3യുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണോ? ഇറ്റ് ഇസ് 80 to 180 അല്ലേ? ഇറ്റ്സ് 80 to 180. പക്ഷെ ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചിരിക്കുന്നു? ക്വസ്റ്റ്യൻ എന്താ കണ്ടത്? ഇറ്റ്സ് 60 കണ്ടു. ക്വസ്റ്റ്യൻ 60 കണ്ടു. പക്ഷെ അവസാനം എന്തുണ്ട്? 180 ഉണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the hormone that maintains the balance between the thyroid hormone and the TSH? Which one of the hormone that maintains the balance between thyroid hormones in the TSH in the balance maintain ചെയ്യുന്ന ആരാ? The T3 ആണോ? The T4 ആണോ? The TSH ആണോ? ഇവയൊന്നുമല്ലേ? ആരായിരിക്കും? പഠിപ്പിച്ചിട്ടുണ്ട്. ആരായിരിക്കും ഇവിടെ? ആരായിരിക്കും? T3 അല്ലേ? T3 ആണല്ലേ? മറന്നുപോയത് T3 ആണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following the deficiency that leads to the increased TSH? ഈ പറഞ്ഞവയിൽ ദ സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ ഓർ ദ അയഡിന്റെയോ ഓർ ദ സാൾട്ടിന്റെയോ ആ ഒരു ഡെഫിഷ്യൻസി കാരണം TSH കൂടും. താഴെ പറഞ്ഞ അത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണോ? ഡി ആണോ? എ ആണോ? ബി ആണോ? ആർക്ക് പറയാം? അയഡിൻ അല്ലേ? അയഡിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞതല്ലേ? പറഞ്ഞെന്ന കാര്യമാണ്, മറക്കരുത്. ചോദിച്ചാൽ എഴുതണം. അയഡിന്റെ കാര്യം ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആരെയും ശ്രദ്ധിച്ചായിരുന്നോ? ആരും പറഞ്ഞില്ല. ഈ കഴിഞ്ഞ PSC എക്സാംസിലും ഒരു കഴിഞ്ഞ 5 വർഷത്തേക്ക് ഇത് കേരള PSC എക്സാം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സോഡിയത്തിന്റെയും ആൻഡ് ദ പൊട്ടാസ്യത്തിന്റെയും ദ നോർമൽ വാല്യൂ ചോദിച്ചു കണ്ടിട്ടുണ്ട് എല്ലാവരും. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി അറിയാം. സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും നോർമൽ വാല്യൂ എല്ലാവരും കണ്ടിട്ടുണ്ട്. യെസ്. എത്രയാടേ സോഡിയം പൊട്ടാസ്യം നോർമൽ വാല്യൂ? ഇറ്റ്സ് 135 to 145 എന്ന് പറയുന്നത് സോഡിയം ആണോ? 135 to 145 എന്ന് സോഡിയം ആണോ? സോഡിയം അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് പലരും കണ്ടിട്ടുണ്ടല്ലോ. 135 മുതൽ 145 വരെ എന്ന് പറയുന്നത് സോഡിയത്തിന്റെ വാല്യൂ ആണ്. അപ്പോൾ പൊട്ടാസ്യത്തിന്റെ വാല്യൂ എത്രയാ? പൊട്ടാസ്യം വാല്യൂ എത്രയാണ്? പൊട്ടാസ്യം 3.5 to 5.5 വരെ, 3.5 മുതൽ 5.5 വരെയാണ് പൊട്ടാസ്യത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. മറക്കരുത്. 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മറക്കോടെ ഇല്ല മറക്കത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ.
12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ? താഴെ പറയുന്നവയിൽ ദ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ദ BMR കൂട്ടോ, അത് ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടോ, ആൻഡ് ദ ബ്രെയിൻ ഡെവലപ്മെന്റ് സഹായിക്കും, അതെല്ലാം ഉണ്ടോ? ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. എന്റെ നോട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ അറിയാം, ഫങ്ഷൻസിൽ എല്ലാം ഇല്ലേടെ. എന്റെ നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ തൊട്ട് അവസാനം വരെയുള്ള ഓപ്ഷൻ വരെ ഉണ്ടല്ലേ. ദ BMR കൂട്ടം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ദ BMR കൂട്ടും. ആൻഡ് ദ ഫിസിക്കൽ ആൻഡ് ദ മെന്റൽ ഡെവലപ്മെന്റിന് സഹായിക്കും. ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടും അല്ലേ. ആൻഡ് ദ റീപ്രൊഡക്ഷനും കാർഡിയോവാസ്കുലറും ആൻഡ് ദ നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനെ അതിനെ നോർമൽ ഫംഗ്ഷൻ സഹായിക്കും. നോർമൽ ഫംഗ്ഷൻ സഹായിക്കും. അതുപോലെ തന്നെ ദ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടാൻ സഹായിക്കും. പിന്നെ വേറെ എന്തോ ഫംഗ്ഷൻ പറഞ്ഞു തന്നു. ആർക്കെങ്കിലും ഓർമ്മ വന്നു? ഫീമെയിൽസിൽ എന്താ ഫംഗ്ഷൻ? പറഞ്ഞുതരാം. ഫീമെയിൽസ് എന്താ ഫംഗ്ഷൻ? എൻഡോമെട്രിയത്തിനെ തിക്കൻ ചെയ്യാൻ സഹായിക്കും അല്ലേ. ഫീമെയിൽസിലോട്ട് എത്തുമ്പോൾ എൻഡോമെട്രിയം തിക്കൻ ചെയ്യാൻ സഹായിക്കും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ, തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് തൊട്ട് പറഞ്ഞുതരാം. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റ്. രണ്ടാമത്തെ കാര്യം ദ മെന്റൽ ഡെവലപ്മെന്റ്. മൂന്നാമത്തെ കാര്യം ദ ബേസൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ സഹായിക്കത്തില്ലേ. നോർമൽ ദ ബേസൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കത്തില്ലേ. ദ T3 T4 സഹായിക്കോ? സഹായിക്കുമോ? സഹായിക്കൂടെ? സഹായിക്കും. അവിടെ കഴിഞ്ഞാണ് എന്റെ സ്റ്റഡി നോട്ട് നോക്കി അറിയാം. അവിടെ കഴിഞ്ഞ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 1500 മുതൽ 1800 കാലറി പെർ ഡേ എന്ന് കൊടുത്താലും കണ്ടായിരുന്നു. സ്റ്റഡി നോട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്റെ സ്റ്റഡി നോട്ട് വായിച്ചു നോക്കിയോടെ. 1500 മുതൽ 1800 കാലറി പെർ ഡേ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യനിൽ തൊട്ട് മുമ്പേ കണ്ടത്. കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, കണ്ടിട്ടുണ്ട്. അത് പെർ ഡേ അല്ലേ പഠിച്ചത്? അല്ലേ പെർ ഡേ അല്ലേ? 1500 മുതൽ 1800 കാലറി പെർ ഡേ അല്ലേ പഠിച്ചത്? യെസ് ഓർ നോ? 1500 മുതൽ 1800 അത് പെർ ഡേ ആണ്. അത് പെർ അവറിൽ എത്രയാ? ആ കിലോ കാലറി പെർ അവർ എത്രയായിരിക്കും പെർ അവർ? എത്രയാണ് പെർ അവർ? എത്ര പെർ അവർ? പെർ അവർ എത്രയാ? 1 mg അല്ലേ? 1 mg ആണോ? 1 mg മറക്കരുത്. പിന്നെ വേറെന്ത് ഫംഗ്ഷൻ പറഞ്ഞു തന്നു? ദ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടും. പെരിസ്റ്റാലിക് മൂവ്മെന്റ് കൂട്ടാൻ സഹായിക്കും. നോർമൽ ഫംഗ്ഷൻ ഈ പറഞ്ഞ ദ നെർവസ് സിസ്റ്റം, റീപ്രൊഡക്ഷൻ, കാർഡിയോവാസ്കുലർ ഇവയെല്ലാം നോർമൽ ഫംഗ്ഷനിങ് സഹായിക്കും. ആൻഡ് ദ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഹാർട്ട് റേറ്റും കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാൻ സഹായിക്കും. ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഹാർട്ട് റേറ്റും BP കൂട്ടുമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയി ആക്ട് ചെയ്യുന്ന എവിടെയാ? അഡ്രിനാലിനും ആൻഡ് നോർ അഡ്രിനാലിനും പോലെയാണോ? ഫസ്റ്റ് പോയി ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ഇവൻ ഫസ്റ്റ് പോയി ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ദ T3 T4 ഫസ്റ്റ് പോയി ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? അഡ്രിനാലിന്റെയും നോർ അഡ്രിനാലിന്റെ ആക്ഷൻ അത് കൂട്ടുന്നതല്ലേ? അഡ്രിനാലിന്റെയും ആൻഡ് നോർ അഡ്രിനാലിന്റെയും ആക്ഷൻ ഇവൻ ഇറ്റ്സ് എൻഹാൻസ് ചെയ്യല്ലേ? അഡ്രിനാലിന്റെയും നോർ അഡ്രിനാലിന്റെയും ആക്ഷൻ ഇവൻ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഹാർട്ട് റേറ്റും BPയും കൂട്ടാൻ സഹായിക്കും. അവസാനം പറഞ്ഞ ഫംഗ്ഷൻ ആയിരുന്നു ഇറ്റ് ഇസ് എൻഡോമെട്രിയത്തിനെ തിക്കൻ ചെയ്യാനും സഹായിക്കും. സോ ഇത്രയല്ലേ ഫങ്ഷൻസ് ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺസ്. ഫംഗ്ഷൻ മൊത്തം പഠിച്ചല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഫംഗ്ഷൻ മൊത്തം പഠിച്ചെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ആൾ ദ എബോ അല്ലേ? ഓപ്ഷൻ ഡി, ആൾ ദ എബോ എന്ന കാര്യം ഓർമ്മിച്ചു വെക്കുക. 13ാമത്തെ ചോദ്യം,
the excessive secretion of the thyroid hormone that occurs due to the malignancy ആണോ, or the SIDS ആണോ, or the diabetic insipidus ആണോ, or the dwarfism ആണോ? ഈ താഴെ പറയുന്നവയിൽ എന്ത് കാരണമാണ് എക്സസീവ് സെക്രീഷൻ ഉണ്ടാവുന്നത്? എന്ത് കാരണമായിരിക്കും? എക്സസീവ് സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഡ്യൂ ടു ആർക്ക് പറയാം? ഞാൻ പഠിപ്പിച്ചതാണ്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഞാനതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ദ പിറ്റ്യൂട്ടറി കോസസ് എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട് ഇറങ്ങിയില്ലോ. അതിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ദ പിറ്റ്യൂട്ടറി കോസസ് എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോടെ? ദ മെലിഗ്നൻസി ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മെലിഗ്നൻസി എപ്പോഴും ഫസ്റ്റ് കോസ് വരുന്നത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ എക്സസീവ് സെക്രീഷൻ ഉണ്ടാകാൻ വേണ്ടി അതിൽ ഫസ്റ്റ് കോസ് വരുന്നത് എന്താ? മെലിഗ്നൻസി ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മെലിഗ്നൻസി അല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മെലിഗ്നൻസി കാരണമാണ് എപ്പോഴും തൈറോയ്ഡ് ഹോർമോൺസ് നല്ല എക്സസീവ് ആയിട്ട് വരാൻ കാരണം. യെസ്, ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലേ? വളരെ ഇപ്പൊ ഓർമ്മ വന്നു. അപ്പൊ അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. SIDS എന്ന് പറഞ്ഞ എന്താ? SIADS എന്ന് പറഞ്ഞ എന്താ? അതിന്റെ ഫുൾ ഫോം എന്താ? ദ സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആന്റി ഡയബറ്റിക് ഹോർമോൺ ആണോ? സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണോ? ഈ കണ്ടീഷൻ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഇറ്റ്സ് ADH കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യോ? ഈ പറഞ്ഞ ബോഡി ഇറ്റ്സ് ADH കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യല്ലേ? ഇത് ADH വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഇതേ ADH വിളിക്കുന്ന മറ്റൊരു പേരെന്താ? വാസോപ്രസിൻ അല്ലേ? വാസോപ്രസിൻ. ADH വിളിക്കുന്ന മറ്റൊരു പേരെന്താ? വാസോപ്രസിൻ എന്ന് വിളിക്കാം. അപ്പൊ ദ ഫങ്ഷൻ ഓഫ് വാസോപ്രസിൻ എന്താ? അത് പറയണ്ട. ഫങ്ഷൻ ഓഫ് വാസോപ്രസിൻ എന്താ? ഫങ്ഷൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അല്ലേ? ഫങ്ഷൻ ഓഫ് ADH അല്ലേടെ? ആണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ഈ പറഞ്ഞ ഇറ്റ്സ് ADH ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ADH ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ആരായിരിക്കും? ADH ആരായിരിക്കും? എന്റെ ക്വസ്റ്റ്യൻ ഇറ്റ് ADH റിലീസ് ചെയ്യുന്ന ആരാ? അത് പോസിറ്റീവ് പിറ്റ്യൂട്ടറി ആണോ അവിടുത്തെ ഹൈപ്പോതലാമസ് ആണോ? ADH റിലീസ് ചെയ്യുന്ന ആരാ? ഹൈപ്പോതലാമസ് ആണോ അവിടുത്തെ പോസിറ്റീവ് പിറ്റ്യൂട്ടറി ആണോ? ADH റിലീസ് ചെയ്യുന്ന ആരാ? ഹൈപ്പോതലാമസ്. ഈ സ്റ്റോറേജ് ഓഫ് ADH എവിടെയാ? അതല്ലേ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. മറക്കോ ഈ ഒരു ക്വസ്റ്റ്യൻ? സാധാരണ കൺഫ്യൂഷൻ ആവുന്ന ചോദ്യമാണ്. കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്ന ചോദ്യമല്ലേ? അല്ലേ? മറക്കരുത്. ഇനി ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞു, ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. അവിടെ ഈ പറഞ്ഞ ADH മാത്രമാണോ സ്റ്റോർ ചെയ്തത്? അവിടെ ഒരാളെ കൂടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഒരാളെ കൂടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്സിറ്റോക്സിനെ സ്റ്റോർ ചെയ്യുന്നുണ്ടോ? ഓക്സിറ്റോക്സിനെ കൂടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ? മറക്കരുത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാ? ഓക്സിറ്റോക്സിനും ആൻഡ് ADH.
പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്യുന്ന ഹോർമോൺ ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സിറ്റോക്സിനും ആൻഡ് ADH. അല്ലേ 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 അല്ലേ? ഇനി പറയും ഓക്സിറ്റോക്സിൻ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നാരാ? ഓക്സിറ്റോക്സിനെ റിലീസ് ചെയ്യുന്നാരാ? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് റിലീസിങ്, ഫസ്റ്റ് റിലീസിങ് ഹൈപ്പോതലാമസ്. ആൻഡ് ADH റിലീസ് ചെയ്യുന്നാരാ? റിലീസ് ചെയ്യുന്നാരാ? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. അത് കൺഫ്യൂഷൻ മാർക്ക് കിട്ടിയല്ലോ ആർക്കും? സ്റ്റോറേജും ആൻഡ് റിലീസിങ് നമ്മൾ വ്യത്യാസം മനസ്സിലായോ? സ്റ്റോർ ചെയ്യുന്നത് എവിടെയും ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന എവിടെ മനസ്സിലായല്ലോ? മനസ്സിലായോ? മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഒന്നല്ല ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ തരാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ടോട്ടൽ എത്ര ലോബ് ഉണ്ട്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ടോട്ടൽ എത്ര ലോബ് ഉണ്ട്? 1 ആണോ 2 ആണോ 3 ആണോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ടോട്ടൽ എത്ര ലോബ് ഉണ്ട്? 3 ലോബ് ഉണ്ടല്ലേ? 3 ലോബ് ഉണ്ട്. ഒന്ന് ആന്റിയർ ലോബ് ഉണ്ട്, പോസ്റ്റീരിയർ ലോബ് ഉണ്ട്, ആൻഡ് ദ മിഡിൽ ലോബ് ഉണ്ടല്ലേ? ആന്റിയർ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്, ആൻഡ് ദ മിഡിൽ ലോബും ഉണ്ട്. ഉണ്ടോ? ചോദ്യം ഇതാണ്, ദ ആന്റിയർ ലോബിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാ? ആന്റിയർ ലോബിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാ? ACTH കേട്ടിട്ടുണ്ടോ? ACTH അത് ഒന്നല്ലേ? അത് ഒന്ന്. വേറെ ഏതൊക്കെയുണ്ട്? ഒന്ന് ACTH, ആൻഡ് FSH ഉണ്ടോ? ആൻഡ് FSH ഉണ്ട്, ആൻഡ് LH ഉണ്ട്, ആൻഡ് GH ഉണ്ട്, ആൻഡ് TCH ഉണ്ട്. ഓർ ദ TSH ആണോ? TSH ഉണ്ടല്ലേ? TSH ഉണ്ട്. ഫൈനലി ദ പ്രൊലാക്റ്റിൻ ഉണ്ടോ? പ്രൊലാക്റ്റിൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ആന്റിയർ ലോബാണ് അവിടെ എന്തൊക്കെ സെക്രേറ്റ് ചെയ്യുന്നത്? ഒന്ന് ACTH, സെക്കൻഡ് ഓൺ ദ FSH ഉണ്ട്, ആൻഡ് ദ തേർഡ് ഓൺ LH ഉണ്ട്, ആൻഡ് ദ ഫോർത്ത് ഓൺ ദ GH ഉണ്ട്. അഞ്ചാമത്തെ ആരാ? ദ TSH ഉണ്ട്. ആറാമത്തെ ആളാരാ? ദ പ്രൊലാക്റ്റിൻ ഉണ്ട്. ഈ ഒരു പേര് ഓർമ്മയ്ക്കോ? എല്ലാവരും നിൽക്കിയ പേര് 6 എണ്ണം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ആന്റിയർ ലോബ് സെക്രേറ്റിംഗ് ഹോർമോൺസ് 6 എണ്ണം. 6 പേര്. ACTH and FSH and LH and the GH and the TSH and the prolactin. ഇവയെല്ലാം നമ്മൾ പഠിക്കും. നമ്മൾ അങ്ങോട്ട് തിയറി ക്ലാസ്സിൽ പഠിക്കും. യെസ്. ആൻഡ് ദ മിഡിൽ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി എന്ത് സെക്രേറ്റ്? ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. ആർക്ക് പറയാം? ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദ മിഡിൽ ലോബ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആരാ? MSH കേട്ടിട്ടുണ്ട്? MSH മെലാനോസൈറ്റിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ദ മെലാനോസൈറ്റിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ദ മിഡിൽ ലോബാണ്. ഇതേ മിഡിൽ ലോബിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഇതേ മിഡിൽ ലോബിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. എല്ലാവരും ദ പാർസ് ഇന്റർമീഡിയ എന്ന് കേട്ടിട്ടുണ്ടോ? ദ പാർസ് ഇന്റർമീഡിയ ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ദ മിഡിൽ ലോബിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ദ പാർസ് ഇന്റർമീഡിയ എന്ന് വിളിക്കും. അവനാണ് MSHനെ സെക്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് കുറെ പഠിച്ചോടെ? 13 ക്വസ്റ്റ്യൻ കൊണ്ട് പഠിച്ചോടെ? ഇതൊക്കെ നമ്മൾ തിയറി പഠിക്കും, ബാക്കി പഠിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. എക്സോതാൽമോസിസ് ദ ഫീച്ചർ ഓഫ് ദ ഹൈപ്പർതൈറോയിഡിസത്തിന്റെ ആണോ, ഓർ ദ ഹൈപ്പോരാണോ, ഓർ ദ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ആണോ, ഓർ ദ സെൻട്രൽ ഹൈപ്പോതൈറോയിഡിസോ? ആർക്ക് പറയാം? ഹൈപ്പർ തൈറോയിഡിസല്ലേ? ഹൈപ്പർ തൈറോയിഡ്സ് ഫീച്ചർ അല്ലേ എക്സോതാൽമോസ് പറയുന്നത്? സംഭവം എന്താ? ഈ പറഞ്ഞ കണ്ണുകളെല്ലാം പുറത്തോട്ട് നിൽക്കുകയല്ലേ? ഈ പറഞ്ഞ ഐബോൾ പുറത്തോട്ട്. കാരണം എന്താ?
കണ്ണിന്റെ പിറകിൽ എന്ത് വരുന്നു? എഡിമ വരുന്നുണ്ടല്ലേ? കണ്ണിന്റെ പിറകിൽ എന്താ? ഐവാളിന്റെ പിറകിൽ നല്ല എഡിമ വരുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഓർമ്മയുണ്ടോ ഇറക്കി? ഇതിൽ തന്നെ ഇതേ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, അറിയാം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് കിട്ടിയില്ല ആർക്കും. എന്താ ദ സെൻട്രൽ ഹൈപ്പോ തൈറോയിഡിസം കേട്ടോ ആരെങ്കിലും? എന്റെ സ്റ്റഡി നോട്ട് വായിച്ചത് അറിയാം. സ്റ്റഡി നോട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഹൈപ്പോ തൈറോയിഡിസം. ഇതിന്റെ മറ്റൊരു പേരെന്താ? ദ സെക്കൻഡറി ഹൈപ്പോ തൈറോയിഡിസം അല്ലേ? ഞാൻ പഠിപ്പിച്ചപ്പോൾ ദ പ്രൈമറിയും പഠിപ്പിച്ചു, സെക്കൻഡറിയും പഠിപ്പിച്ച് ഓർമ്മ എല്ലാവർക്കും? ദ പ്രൈമറിയും സെക്കൻഡറിയും പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ? അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഹൈപ്പോ തൈറോയിഡിസം, സെക്കൻഡറി ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ മറ്റൊരു പേരെന്താ? എന്താ? സെൻട്രൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിച്ചൂടെ? സെൻട്രൽ അല്ലേ? സെൻട്രൽ അല്ലേ? യെസ്. അടുത്ത ഓപ്ഷൻ ഇതെന്താണ്? ദ സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസം എന്താ? സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസം എന്താ? സബ് ക്ലിനിക്കൽ എന്ന് വെച്ചാൽ എന്താ? ആർക്കും അറിയാം? ആർക്കും അറിയാം? ദ സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ നമ്മൾ പോയി ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യും. നമ്മൾ എന്താണ്? നമ്മളൊരു ലാബിൽ പോയിട്ട് ദ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ദ TSH ലെവൽ എന്ത് ചെയ്തിരിക്കും? അത് നല്ല എലിവേറ്റഡ് ആയിരിക്കും അല്ലേ? ദ TSH ലെവൽ നല്ല എലിവേറ്റഡ് ആയിരിക്കും, പക്ഷേ ദ T4 നോർമൽ ആയിരിക്കും. ദ TSH കൂടുതലും ആൻഡ് ദ T4 നോർമൽ ആണെങ്കിൽ എന്ത് വിളിക്കാം? ദ TSH കൂടുതലും ആൻഡ് ദ T4 നോർമൽ ആണെങ്കിൽ എന്തായിരിക്കും? ദ സബ് ക്ലിനിക്കൽ എന്ന് വിളിക്കാം. സബ് ക്ലിനിക്കൽ എന്ന് വിളിക്കാം, മറക്കരുത്. ദ TSH കൂടുതലും ആൻഡ് ദ T4 നോർമലുമാണെങ്കിൽ എന്ത് വിളിക്കാം? സബ് ക്ലിനിക്കൽ എന്ന് വിളിച്ചൂടെ? വിളിക്കാം. യെസ്. എന്തുകൊണ്ടാ സബ് ക്ലിനിക്കൽ കാരണം അറിയാമോ? സബ് ക്ലിനിക്കൽ കാരണം അറിയാമോ എല്ലാവർക്കും? അത് വലിയ സിവിയർ അല്ലേ? വലിയ സിവിയർ അല്ല, പക്ഷെ ചെറിയ സിംറ്റംസ് മാത്രമേ ഉള്ളൂ അല്ലേ? വലിയ സിവിയർ കണ്ടീഷൻ ഒന്നും അല്ല, പക്ഷെ ചെറിയൊരു സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്താ സബ് ക്ലിനിക്കൽ എന്ന് വിളിക്കാൻ കാരണം. സോ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? എക്സോ താൽമോസ് കാണുന്ന എവിടെയാ? എവിടെയാ? ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഹൈപ്പറിലാണ് എക്സോ താൽമോസ് കാണുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. Which one of the following is the most common type of the hyperthyroidism? The hyperthyroidism most common cause ഏതാ? തൈറോയിഡൈറ്റിസ് ആണോ, ഹാഷിമോട്ടോസ് ഡിസീസ് ആണോ, or the primary hypothyroidism ആണോ, or the grave disease ആണോ? ക്വസ്റ്റ്യൻ വായിക്കുക. ദ മോസ്റ്റ് കോമൺ ഏതായിരിക്കും ഇവിടെ? ഇതിൽ ആരാ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആരതിൽ? ആട്ടോ ഇമ്മ്യൂൺ ആരായിരിക്കും? ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആരാ? ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആരാ ഇതിൽ? ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആരാ ഇതിൽ? ഞാൻ ചുമ്മാ ചോദിക്കും, ആട്ടോ ഇമ്മ്യൂൺ ആരാ? ഹാഷിമോട്ടോസ്. ആട്ടോ ഇമ്മ്യൂൺ ഹാഷിമോട്ടോസ് അല്ലേ? ആട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ അത് ഹാഷിമോട്ടോസ് ആയി ആണ്. ഓർമ്മയുണ്ടോ ഇറങ്ങിയില്ലോ? എവിടെ പഠിക്കുന്നു മറക്കുന്നു, അങ്ങനെയാണോ? പഠിക്കുന്നു മറക്കുന്നു അല്ല, ഓർമ്മയുണ്ട്. അന്ത തൈറോയിഡൈറ്റിസ് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും തൈറോയിഡൈറ്റിസ് ഓർമ്മയുണ്ടോ? അവിടെ ഞാൻ എന്താ പറഞ്ഞു തന്നത്? തൈറോയിഡൈറ്റിസ് എന്തോ ഒരു സ്പെഷ്യൽ തൈറോയിഡൈറ്റിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ആരാ? ആട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ആരാ? ഹാഷിമോട്ടോസ് അല്ലേ? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഓർമ്മയുണ്ടോ? ആട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ആരാ?
ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. സോ ഇവിടുത്തെ ആൻസർ അപ്പൊ ഏതായിരിക്കും? സോ ഇവിടുത്തെ ആൻസർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ദ ഹൈപ്പർ തൈറോയിഡിസം ദ ഗ്രേവ് ഡിസീസ് ആണോ? ഇത് ഗ്രേവ് ഡിസീസ് അല്ലേ? ഗ്രേവ് ഡിസീസ് ആണല്ലേ? ഓർമ്മയുണ്ടോ? സ്റ്റഡി നോട്ട് എടുത്ത് നോക്കുക. അതിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദ മോസ്റ്റ് കോമൺ ദ കോസ് ഓഫ് ദ ഹൈപ്പർ തൈറോയിഡിസം. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കണ്ടിട്ടുണ്ടോ? ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഫസ്റ്റ് കൊടുത്തിട്ട് കാര്യമുണ്ട്, ഗ്രേവ് ഡിസീസ്. നല്ല പച്ച മഷിയിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടായിരുന്നെങ്കിലും പച്ച മഷിയിലുണ്ട്. ഗ്രീൻ കളർ ഇട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഗ്രേവ് ഡിസീസ് ആണ്. ഗ്രേവ് ഡിസീസ് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ അല്ലേ? ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ എന്നുകൂടെ നമുക്കതിനെ വിളിക്കാൻ സാധിക്കും. ഇത്രയും ക്വസ്റ്റ്യൻ കിട്ടിയവർക്ക്, ഇത്രയും ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമോ? അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചപ്പോ സമയം പോയി അറിഞ്ഞോ ആരെങ്കിലും? ആ ശ്രദ്ധിച്ചോ? 15 ക്വസ്റ്റ്യൻ എത്ര സമയം പോയി? ഇതിൽ ഏതാ? ആരോ ചോദിച്ചു ഇതിൽ ഏതാ ഡിഫ്യൂസ് ടോക്സിക് എന്ന് പറഞ്ഞ ആരാകുമ്പോൾ ഗ്രേവ് ഡിസീസ് അല്ലേ? ദ ഗ്രേവ് ഡിസീസിന് വിളിക്കുന്ന മറ്റൊരു പേരല്ലേ? ദ ഗ്രേവ് ഡിസീസിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ. ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ നമ്മൾ എപ്പോഴും പറയുന്ന ആരാ? ദ ഗ്രേവ് ഡിസീസ്. സ്റ്റഡി നോട്ട് എടുത്ത് വായിക്കുമെന്ന്. രമ്യ വായിക്കുമെന്ന്. വായിക്കൂടെ? അതാ ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ എന്ന് വിളിക്കാം. ഇവയാണ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. Which one of the following is not a physical assessment finding in the Parkinson disease? ഏതായിരിക്കും? The absence of the congenital impairment, the mask-like expression, or the dysarthria, or the pill rolling tremors of the fingers. The not a physical എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The not a physical finding ക്വസ്റ്റ്യൻ ഉള്ളത് ആർക്ക് പറയാം? സാധാരണയായിട്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കാതെ നിങ്ങൾ ചാടിക്കേറി എഴുതുന്ന ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് എഴുതും? നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിക്കാതെ ഇതിന്റെ ആൻസർ ചെയ്യുകയാണെങ്കിൽ എന്തെഴുതും? ദ നോട്ട് കണ്ടില്ലെങ്കിൽ എന്തെഴുതും? ദ പിൽ റോളിംഗ് ട്രെമർ എന്ന് എഴുതത്തില്ലേ? ദ നോട്ട് എന്ന് വായിച്ചില്ലെങ്കിൽ ഫിസിക്കൽ അസസ്മെന്റ്, പാർക്കിൻസോൺസിന്റെ ഡിസീസിന്റെ ഫിസിക്കൽ അസസ്മെന്റ് നിങ്ങൾ വായിക്കുമ്പോൾ ദ നോട്ട് എന്ന് വാക്ക് കണ്ടില്ലെങ്കിൽ എന്തെഴുതും? ദ പിൽ റോൾ. ശരിയാണ്, എപ്പോഴും തെറ്റുപറ്റുന്ന കാര്യമല്ലേ? എപ്പോഴും നിങ്ങൾ ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ആ ഒരു മാർക്ക് പോകത്തില്ലേ? ദ പിൽ റോളിംഗ് മൂവ്മെന്റ് ട്രെമർ എന്ന് എഴുതി വെക്കും. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ നോട്ട് എ ഫിസിക്കൽ അസസ്മെന്റ് ഫൈൻഡിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം, പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ എന്താ? പാർക്കിൻസോണിസം ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? കേരള ബസ് 2011-ലെയും 2015-ലെയും 2017-ലെയും കേരള PSC സ്റ്റാഫ് നേഴ്സ് എക്സാം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കാണിച്ചു തരാം. 2011, 2015, 17 ആണെന്ന് തോന്നുന്നു. അവിടെയെല്ലാം സ്ഥിരം ചോദിച്ച ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റ് എവിടെ അഫക്ട് ചെയ്യും? ദ ബേസൽ ഗാംഗ്ലിയ കേട്ടിട്ടുണ്ട് എല്ലാവരും? ദ ബേസൽ ഗാംഗ്ലിയ, ദ സബ്സ്റ്റാൻഷ്യ നാഗ്ര, അവിടെ എല്ലാം അല്ലേ അഫക്ട് ചെയ്യുന്നത്? പാർക്കിൻസോൺസ് അഫക്ട് ചെയ്യുന്നത് എവിടെയാ? ബേസൽ ഗാംഗ്ലിയ, സബ്സ്റ്റാൻഷ്യ നാഗ്ര. പഠിക്കും, നമ്മൾ തുടങ്ങുമ്പോൾ പഠിക്കും. അവിടെ എല്ലാമാണ് അഫക്ട് ചെയ്യുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈ പാർക്കിൻസോൺസിൽ ഡോപ്പമിൻ കുറയോ കൂടോ? പാർക്കിൻസോണിസം കണ്ടീഷൻ വരുമ്പോൾ ഡോപ്പമിൻ കുറയോ കൂടോ? ഡോപ്പമിൻ കുറയും. അപ്പൊ ആലോചിക്കണം, ഡോപ്പമിൻ കുറയും എന്ന് പറയുമ്പോൾ ഇവൻ നേരെ പോയി അഫക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ പറഞ്ഞ ബേസൽ ഗാംഗ്ലിയ അല്ലേ? ഈ പറഞ്ഞ ബേസൽ ഗാംഗ്ലിയ സബ്സ്റ്റാൻഷ്യ നാഗയിൽ പോയി അഫക്ട് ചെയ്തുകൊണ്ടല്ലേ ഡോപ്പമിൻ കുറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഡോപ്പമിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പോ
ദ ബേസിൽ ഗാംഗ്ലിയ അല്ലേ? അല്ലേ അല്ലേ അല്ലേ? ഈ പറഞ്ഞ ദ ബേസിൽ ഗാംഗ്ലിയ എന്ത് ചെയ്യുന്നു? ദ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടാണ് എപ്പോഴും പാർക്കിൻസോണിസം അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദ ഡോപ്പമിൻ കുറയുന്നതും. അവിടെ എന്തോ കൂടത്തില്ലേ? അസറ്റൈൽ കോളിൻ കൂടത്തില്ലേ? അസറ്റൈൽ കോളിൻ കൂടുകയും ദ ഡോപ്പമിൻ കുറയുകയുമാണ് ഇന്ത പാർക്കിൻസോണിസിൽ സംഭവിക്കുന്നത്. അറിയായിരുന്ന കാര്യം? അറിയായിരുന്നു? പാർക്കിൻസോണിസിൽ ദ ഡോപ്പമിൻ കുറയുകയും അസറ്റൈൽ കോളിൻ കൂടുകയുമാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. ദ ട്രയാഡ് ഓഫ് പാർക്കിൻസോണിസം എന്ന് കേട്ടിട്ടുണ്ട് എല്ലാവരും? ദ ട്രയാഡ് ഓഫ് പാർക്കിൻസോണിസം പ്രീവിയസ് ക്വസ്റ്റ്യൻ കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ദ ട്രയാഡ് ഓഫ് പാർക്കിൻസോണിസം എന്ന് കേട്ടിട്ടുണ്ടല്ലേ? എന്തൊക്കെയുണ്ട്? ട്രെമർ ഉണ്ട്, റിജിഡിറ്റി ഉണ്ട്, ആൻഡ് ദ ബ്രാഡിക്കൈനേസിയ അല്ലേ? ട്രെമർ ഉണ്ട്, റിജിഡിറ്റി ഉണ്ട്, ബ്രാഡിക്കൈനേസിയ. ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? സ്ലോ മൂവ്മെന്റ്സിനെ വിളിക്കുന്ന പേരെന്താ? സ്ലോ മൂവ്മെന്റ്സിനെ വിളിക്കുന്ന പേരെന്താ? ബ്രാഡിക്കൈനേസിയ അല്ലേ? സ്ലോ മൂവ്മെന്റ്സിനെ, വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ വിളിക്കുന്ന പേരെന്താ? ബ്രാഡിക്കൈനേസിയ അല്ലേ? അല്ലേ അല്ലേ അല്ലേ? ആ, ആൻഡ് റിജിഡിറ്റി ഉണ്ടാവും, ആൻഡ് പിൽ റോളിംഗ് മൂവ്മെന്റ്സ്. ഈ പറഞ്ഞ ട്രെമർ ഏത് ട്രെമറാ? ഏത് ട്രെമറാ? പിൽ റോളിംഗ് ട്രെമർ അല്ലേ? പിൽ റോളിംഗ് ട്രെമേഴ്സ് അല്ലേ? അങ്ങനെ ആയിരിക്കും. അതെവിടെ ഉണ്ടാവും? എന്ത് ഈ പറഞ്ഞ ഇത് കാലിലാണോ കയ്യിലാണോ? അത് എവിടെ ഉണ്ടാവും? പിൽ റോളിംഗ് ട്രെമേഴ്സ് എവിടെ ഉണ്ടാവും? ഫിംഗേഴ്സിൽ. ഈ പറഞ്ഞ ചുമ്മാ കഴിഞ്ഞ സമയത്ത് നമ്മൾ പൈസ എണ്ണും പോലെ എങ്ങനെ അറിയാൻ പോടെ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ എണ്ണാൻ തരുമ്പോൾ നിങ്ങൾ എങ്ങനെ എണ്ണും? ഇങ്ങനെ എണ്ണത്തില്ലേ? അറിയാമോ? ഈ പറഞ്ഞ കൈ എന്ത് ചെയ്യും? ഫിംഗേഴ്സിൽ ഇങ്ങനെ പോകും. കാണുന്നുണ്ടല്ലോ സ്ക്രീൻ നോക്കിയേ. ഈ പറഞ്ഞ കൈ ഇതെങ്ങനെ ഈ പറഞ്ഞ പൈസ എണ്ണും പോലെ ഇല്ലേ? കൈ പൈസ എണ്ണും പോലെ എന്ത് ചെയ്യുന്നു? പിൽ റോളിംഗ് ട്രെമേഴ്സ് ആണ് ഉണ്ടാകും. പിൽ റോളിംഗ് ട്രെമേഴ്സ് ആണ് ഇൻ ദ പാർക്കിൻസോൺസിൽ വരുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ദ ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റം ഓഫ് പാർക്കിൻസോൺസ് എന്താ? ഈ പറഞ്ഞ ട്രെമേഴ്സ് അല്ലേ? ദ ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റം ഓഫ് പാർക്കിൻസോണിസം എന്ന് ക്വസ്റ്റ്യൻ കണ്ടാലും അതും ട്രെമേഴ്സ് ആണ്. അവനും ട്രെമേഴ്സ്. ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റം ചോദിച്ചാലും ട്രെമേഴ്സ് ആണ്. ഇനി ഇങ്ങനെ ചോദിക്കും, ദ ടൈപ്പ് ഓഫ് ട്രെമർ ഏതാ? ആ ടൈപ്പിന്റെ പേരെന്താ? അവിടെയാണ് ഈ ഒരു ഓപ്ഷൻ കിടക്കുന്നത്. ദ പിൽ റോളിംഗ് ട്രെമർ അല്ലേ? ഇങ്ങനെ വെറുതെ ഇരുന്നാലും ട്രെമേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ മറക്കരുത്. യെസ്, ഇസ് ഇറ്റ് ക്ലിയർ? അതിന്റെ ട്രീറ്റ്മെന്റ് എന്താ? അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡോപ്പമിൻ കൂട്ടാൻ വേണ്ടി എന്ത് കൊടുക്കാൻ പറ്റും? ദ മാനേജ്മെന്റ് ഓഫ് പാർക്കിൻസോണിസം പറയുമ്പോൾ പഠിക്കും. എന്തോടെ? കാർബിഡോപ്പ ആൻഡ് ദ ലിവോഡോപ്പ എന്ന് കേട്ടിട്ടുണ്ട് എല്ലാവരും? ദ കാർബിഡോപ്പ ആൻഡ് ദ ലിവോഡോപ്പ. കാർബിഡോപ്പ ആൻഡ് ദ ലിവോഡോപ്പ രണ്ടെണ്ണം എന്താണ്? മാനേജ്മെന്റ് ഓഫ് പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. ക്ലിയർ? കാണുന്നുണ്ടോ? ദ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു ചെയ്യുന്ന തെറ്റെന്താണ്? ഈ പറഞ്ഞ ഫസ്റ്റ് ഈ പറഞ്ഞ ക്ലാസ് കേൾക്കാറ് ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നില്ല. അവിടെ ഉണ്ടോ? ആരും തോന്നിയായിരുന്നോ? ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വേണ്ട, നാളെ കയറാം. ചിലപ്പോൾ പലരും തോന്നും. നിങ്ങൾക്കല്ല, ഇത് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർ അവിടെ വന്ന് നോക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്ക് എന്തെങ്കിലും വരുന്നു, നോക്കുന്നു, പോകുന്നു. കണ്ടായിരുന്നോ? അവർക്ക് ഇതൊക്കെ നഷ്ടപ്പെടും, പക്ഷെ നിങ്ങൾക്ക് കിട്ടും. സോ നന്നായിട്ട് പഠിക്കും കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും എന്നെ ഓർമ്മിക്കണം. നമ്മൾ 16 ക്വസ്റ്റ്യൻ വരെ കണ്ടോളൂ എന്ന് ഓർമ്മിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 16 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 16 ക്വസ്റ്റ്യൻ വരെ കണ്ടു. അടുത്ത ക്ലാസ്സിൽ കാണാം. ഇൻ ദ തിയറിയുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.